നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് പോർച്ചുഗലും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 പോരാട്ടമാണ്. ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. ഒരു ഭാഗത്ത് 41-കാരനായ ഫുട്ബോളിൻ്റെ ഐക്കൺ ക്രിസ്ത്യാനോ റൊണാൾഡോ, മറുഭാഗത്ത് 18-കാരനായ ഫുട്ബോളിൻ്റെ ഫ്യൂച്ചർ ലാമിൻ യമാൽ. ഇവർ തമ്മിൽ നേർക്ക് നേർ ഏറ്റുമുട്ടുന്നൊരു പോരാട്ടം. അപ്പോൾ ഈ കളിയെക്കുറിച്ച് എന്ത് പറയുന്നു, അതോടൊപ്പം ലമീൻ യമാലിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ലമീൻ യമാൽ ഇപ്പം റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, അദ്ദേഹത്തിന് അവന് വേണ്ടി കൈയടിക്കുന്ന കുറേ പേരുണ്ട്, അല്ലാത്തവരുമുണ്ട്. ഗ്രേറ്റ് പ്ലെയേഴ്സിനെ പോലെ അദ്ദേഹത്തിന് അവനാവണം, ലൈക്ക് യു, മെസ്സി ആൻഡ് എംബാപ്പെ. എന്ത് എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മറുപടി, ഞാൻ വിശ്വസിക്കുന്ന കാര്യം നമ്മൾ ഏറ്റവും അധികം പ്രിപ്പയർഡായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ലോങ് കരിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അതല്ല, നിങ്ങൾ വിമർശനങ്ങൾ ട്രാപ്പിൽപ്പെടുകയാണെങ്കിൽ, വിമർശനങ്ങൾ കേട്ട് അതിൽ ട്രാപ്പിൽപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി തോൽക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ഫ്രം ദി സ്റ്റാർട്ട് നിങ്ങൾ ലൂസറായി മാറിയിട്ടുണ്ടാവും. കാരണം ക്രിറ്റിസിസം എന്നുള്ളതൊരു നോർമൽ കാര്യമാണ്. പ്രത്യേകിച്ച് അത് ജേർണലിസ്റ്റുകളുടെ ജോബിൻ്റെ ഭാഗമാണ്. അവർ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കും. ഞാനത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. ഇപ്പം കൺസ്ട്രക്റ്റീവായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള വിമർശനങ്ങളും ഉണ്ടാവും. അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ്. ഇൻ ദി എൻഡ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഇത് മീഡിയാസിന് അവരുടെ ന്യൂസ് സെല്ല് ചെയ്യണ്ടേ? അതിനുവേണ്ടി അവർ സ്വാഭാവികമായിട്ടും ഉണ്ടാക്കും. അതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നും ഞാൻ പറയൂല. അതുകൊണ്ട് യമാലിനോട് എനിക്ക് പറയാനുള്ള, ആസ് ഫോർ ഹിം, അവൻ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളോടൊക്കെ എത്രയും പെട്ടെന്ന്, ക്വിക്ക്ലി ആസ് പോസിബിൾ, അവൻ അതിനോട് യൂസ്ഡ് ആവണം. അങ്ങനെയാണെങ്കിലാണ് നമുക്കൊരു ലോങ് കരിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഞാൻ പറയും, അവൻ എന്താണോ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യം, അവനെ ഇഷ്ടപ്പെടുന്ന ആരാധകരുണ്ട്, സപ്പോർട്ടേഴ്സിൻ്റെ പാഷൻ, അതുപോലെ തന്നെ സ്റ്റേഡിയത്തിലെ അറ്റ്മോസ്ഫിയർ, ഇതിനൊക്കെ അവൻ കൂടുതൽ ഫോക്കസ് കൊടുക്കണം. അതാണ് ഞാൻ വർഷങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവണം. ആരാണോ നമ്മളെക്കുറിച്ച് വളരെ പാഷനേറ്റ് ആവുന്നത്, അവരോട് നമ്മൾ തിരിച്ചും അങ്ങനെ തന്നെ പാഷനേറ്റ് ആവണം. നമ്മൾ ഈ കളിയോട് അതുപോലെ അറ്റാച്ച്ഡ് ആവണം. എല്ലാ ദിവസവും നമ്മൾ എഴുന്നേറ്റ് ട്രെയിനിങ്ങിന് പോകുന്നില്ലേ, അതിനോടും നമ്മൾ പാഷനേറ്റ് ആവണം. സ്വാഭാവികമാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടേറിയ സമയങ്ങൾ വരും, അത് നോർമലാണ്, അത് ഹ്യൂമൻ നേച്ചറാണ്. പക്ഷേ എനിക്കുറപ്പുണ്ട്, ചിലപ്പോൾ നിങ്ങൾ ഒക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് വർക്കിന് പോകണ്ടാന്ന് തോന്നൂലേ, നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. പക്ഷേ എന്നാലും നമ്മൾ നമ്മുടെ വർക്കുമായിട്ട് മുന്നോട്ട് പോകും. ദാറ്റ്സ് നോർമൽ. ഫുട്ബോളിൽ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ നേരെ കോൺസ്റ്റൻറ്റ് വിമർശനങ്ങൾ, ക്രിറ്റിസിസം വന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അത് കൂടുതൽ ഹാർഡറായിരിക്കും. പക്ഷേ അതെല്ലാം നമ്മുടെ ജോലിയുടെ ഭാഗമാണ്, പ്രൊഫഷൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ലമീനെക്കുറിച്ച് വീണ്ടും ചോദ്യം വരുന്നു. അപ്പം നിങ്ങൾ ഒരു പ്രത്യേക സിംഗിൾ പ്ലെയറെ ഫോക്കസ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അവൻ്റെ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ വർഷത്തിന് ശേഷം ഇങ്ങോട്ട്, നേഷൻസ് ലീഗ് ഫൈനൽ നിങ്ങൾ ഏറ്റുമുട്ടില്ല, അതിന് ശേഷമുള്ള അവൻ്റെ വളർച്ച എങ്ങനെ നോക്കിക്കാണുന്നു? പോർച്ചുഗലിന് അവനെ തടയാൻ പറ്റുമോ? അതാണ് ചോദ്യം. ക്രിസ്ത്യാനോയുടെ മറുപടി, അവൻ ഒരു വളരെ വലിയ ഭാവിയുള്ളൊരു താരമാണ്. അവൻ്റെ മുന്നിലൊരു വലിയ ഭാവിയുണ്ട്. ആൻഡ് ഓണസ്റ്റ്ലി ഞാൻ സ്പെയിനിൻ്റെ ഒരു കളിയും മുഴുവനായിട്ട് കണ്ടിട്ടില്ല. ഞാൻ സത്യം പറയാലോ, ഞാൻ ഫസ്റ്റ് മാച്ച് കുറച്ച് കണ്ടു, സെക്കൻഡ് മാച്ച് കുറച്ച് കണ്ടു. ഇപ്പോൾ കേപ്പ് വെർദെക്കെതിരെയും അതിനുശേഷമുള്ളൊരു കളി ഞാൻ കണ്ടു. പക്ഷേ ഒരുപാട് കളിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ അവന് വളരെ വലിയ ഭാവിയുള്ളൊരു പ്ലെയറാണ്. വളരെ നല്ല രൂപത്തിൽ അവനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ ഫ്യൂച്ചർ ബ്രൈറ്റാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, സ്പെയിൻ എന്ന് പറഞ്ഞാൽ യമാൽ മാത്രമല്ല, അതൊരു കംപ്ലീറ്റ് ടീമാണ്. നോട്ട് ജസ്റ്റ് ത്രൂ വൺ പ്ലെയർ, ഒരു പ്ലെയർ മാത്രം വെച്ചുകൊണ്ട് പറയേണ്ട ടീമല്ല സ്പെയിൻ. അപ്പോൾ അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നാഷണൽ ടീമാണ്. അവർ വളരെ മനോഹരമായ ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. നാളത്തെ മത്സരം ഒരു ബുദ്ധിമുട്ടേറിയ ഒന്നായിരിക്കും എന്നുകൂടി ഇന്നലെ ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുന്നു. യമാലിനോട് നല്ല ബഹുമാനം വെച്ച്
തൻ്റെ എക്സ്പീരിയൻസ് അടക്കം ഷെയർ ചെയ്തുകൊണ്ടാണ് ക്രിസ്ത്യാനോ സംസാരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.